SNDP യോഗം ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് വെള്ളാപ്പള്ളി നടേശനെ കോടതി ഔട്ടി പുറത്താക്കിയാണ് ഇന്നത്തെ ഏറ്റവും സന്തോഷദായകമായ വാർത്ത. ശ്രീനാരായണീയർക്ക് സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായ കാര്യമാണ്. ഏറ്റവും സന്തോഷകരമായ കാരണം നമ്മൾ 3-4 സ്റ്റോറി കൊടുത്തു. എല്ലാ ഒരൊറ്റ സാധാരണ നമ്മളൊരു സ്റ്റോറി കൊടുത്താൽ അത് അങ്ങോട്ട് വീഴുന്ന പറയാൻ നമ്മുടെ അവതാരകരെ അടക്കം തതക്കി വിളിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ ഇത് വന്നിട്ട് ആദ്യം നമ്മുടെ ചീഫ് എഡിറ്റർ ഷായസ് കറിയ സാർ അവിടെ നിന്നുകൊണ്ട് ഒരെണ്ണം കൊടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ കൊടുത്തു. ഈ കൊടുത്ത സ്റ്റോറിക്കെല്ലാം ഭയങ്കര അനുമോദനവും ആഹ്ലാദവുമാണ് പ്രകടിപ്പിച്ചത്. അല്ല, അതാണ് പൊതുവെ കേരളത്തിലെ ശ്രീനാരായണീയ സമൂഹത്തിൽ നിന്ന് തന്നെ വളരെ ആശ്വാസകരമായ വളരെ സന്തോഷമുള്ള വാർത്തയാണ്. ശ്രീനാരായണീയർക്കിടയിൽ ആഹ്ലാദ വലയടിച്ചു വരിക. കാരണം എങ്ങനെ ഇദ്ദേഹത്തെ ഒന്ന് ചവിട്ടി പുറത്താക്കുമെന്ന് അറിയാൻ വയ്യാതിരിക്കുന്നത്. ഇങ്ങനെയൊന്നല്ല, കുടുംബത്തിനെന്ന് പറയണ്ടേ, കുടുംബത്തിനല്ലോ. അതെ, SNDP യോഗം അരുവിപ്പുറത്ത് സ്ഥാപിതമായ SNDP യോഗം അവസാനം വെള്ളാപ്പള്ളിയുടെ കുടുംബത്തിലോട്ട് മാറ്റി കൊടുത്തു. അതിന് റാൻ മൂളാൻ കുറച്ച് സമുദായ നേതാക്കളുണ്ട്. അതെ അതെ അതെ, അല്ല അതാണ് രസകരമായ കാര്യം. ഇതിൽ എനിക്ക് തോന്നുന്നത് അവരൊക്കെ എന്തെങ്കിലും കാര്യം കാണാൻ വേണ്ടി നടക്കുന്ന ആളായിരിക്കും. ഇവരൊക്കെ ചുറ്റും നിന്ന് ഇവരൊക്കെ വരുമ്പോൾ കണ്ടില്ല, ഇങ്ങനെ നിൽക്കുന്ന കണ്ടിട്ടില്ലേ? അല്ല, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പ്രത്യക്ഷത്തിൽ തന്നെ കടുത്ത നിയമലംഘനമുള്ള ഒരു വിഷയമായിരുന്നു. അപ്പൊ ഇത് ഉയർത്തി കാണിക്കാൻ അശശനെ അന്തരിച്ച MK സാനുമാഷ്, ഇപ്പൊ നമ്മുടെ കൊല്ലത്തെ അഡ്വക്കേറ്റ് ആയിട്ടുള്ള അഡ്വക്കേറ്റ് S. ചന്ദ്രസേനൻ. അപ്പൊ സാനുമാഷ് കഴിഞ്ഞ വർഷം വിട പറഞ്ഞു. പക്ഷേ ചന്ദ്രസേനൻ വക്കീൽ അത് കൃത്യമായിട്ട് അതിന്റെ പിന്നാലെ കൂടി അത് കൃത്യമായിട്ട് ഹൈക്കോടതിയെ ബോധിപ്പിക്കാൻ സാധിച്ചു. അങ്ങനെയാണ് ഇപ്പോൾ ഈ ഇരുവിധി പതിവ്. പക്ഷേ ഇതിനൊരു ചരിത്രമുണ്ട് കേട്ടോ. ഈ 2019 കാലഘട്ടത്തിൽ കൊല്ലത്ത് ഇവരൊരു സിവിൽ കേസ് പോലെയാണ് ഇത് തുടങ്ങുന്നത്. തുടങ്ങിക്കഴിഞ്ഞിട്ടാണ് 2020 ഹൈക്കോടതി ചെല്ലുന്നത്. ഹൈക്കോടതി ചെന്ന് കഴിയുമ്പം അവിടെ നിന്ന് രജിസ്ട്രേഷൻ IG അത് അദ്ദേഹത്തിനോട് തീരുമാനം എടുക്കാൻ പറഞ്ഞു. പക്ഷേ അപ്പോൾ സർക്കാർ ഇടപെട്ടു. ആണല്ലോ, കോടതിയല്ലല്ലോ ഇത്. രജിസ്ട്രേഷൻ IG എന്ന് പറഞ്ഞാൽ സർക്കാർ ഉദ്യോഗസ്ഥനാണ്. അയാൾ പറഞ്ഞു ഇത് സിവിൽ കേസാണ്, ഇത് എനിക്ക് തീരുമാനം എടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തു. പക്ഷേ പുള്ളിക്കെതിരെ സാനുമാഷ് കോടതിയെ ലക്ഷ്യത്തിന് ഹർജിയൊക്കെ കൊടുത്തു. അത് പിന്നീട് എന്തായി എന്നറിയില്ല. സാനുമാഷിൻ്റെ മരണത്തോടെ എനിക്ക് തോന്നുന്നു അത് സംബന്ധിച്ച് പിന്നെ കൂടുതൽ മുന്നോട്ട് പോയി. എന്തൊക്കെയാണെങ്കിലും ശരി, ഒരു സമുദായത്തെ ഹൈജാക്ക് ചെയ്ത് ഏതാനും ചിലർ ചേർന്ന് ഈ രാഷ്ട്രീയക്കാരെയും ഈ പറയുന്ന ജനപ്രതിനിധികളെയും എല്ലാം തൻ്റെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി അയാളുടെ കാലിൽ വീണ് അനുഗ്രഹം മേടിക്കുക എന്നുള്ള ഒരു വളരെ മ്ലേച്ഛകരമായ വിപ്ലവ പാർട്ടിക്കാർ പോലെ CPIയുടെ സംസ്ഥാന സമ്മേളനം നടന്നപ്പോൾ വിനോദ് വിശ്വാസത്തിന്റെ പൈസ മോശമൊന്നുമില്ല ഇയാളിനെ പിന്നീട് വെളിപ്പെടുത്തിയിരുന്നത്. പക്ഷേ നമുക്കറിയാമല്ലോ, നമ്മളിപ്പം സമുദായത്തിലെ ഒരു അംഗത്തോട് വെള്ളാപ്പള്ളിയുടെ പേര് പറഞ്ഞാൽ അപ്പം അവർ കാർക്കിച്ച് തുപ്പുന്ന ആൾക്കാരാണ് നമ്മുടെ. ഒറ്റ ഒരാൾക്കും ഇഷ്ടമല്ല. എന്തെങ്കിലുമൊക്കെ ഭൗതികമായ നേട്ടങ്ങളുള്ള ആൾക്കാർ മാത്രമാണ് അദ്ദേഹത്തോട് ഭയഭക്തി ബഹുമാനം അഭിനയിച്ചു കൂടെ നിൽക്കും. ഈ മാത്രമല്ല, ഒരേ ശ്രദ്ധിച്ചിട്ടുണ്ട്, SNDPയിൽ എല്ലാ കാലത്തും വെള്ളാപ്പള്ളിയുടെ വളരെ വിശ്വസ്തരായ എന്നുള്ള ആളുകൾ കുറച്ച് കഴിയുമ്പോൾ ശത്രുക്കളായി മാറും. അത് വെള്ളാപ്പള്ളിനെ മാറ്റുന്നതാണ്. കാരണം ഇവൻ എനിക്ക് ഭാവിയിൽ ദേവേന്ദ്രൻ പണ്ട് ഭൂമിയിലെ വല്ലവരും തപസ്യ ഇറങ്ങിയാൽ അത് എന്നെ തോൽപ്പിക്കാനാണോ എന്ന് കരുതി, എൻ്റെ സ്ഥാനം കിട്ടാനാണോ എന്ന് കരുതി മുടക്കാൻ ആളിനയക്കുമെന്ന് പറയുമല്ലോ, അതുപോലത്തെ അവസ്ഥയാണ്. നമുക്കറിയാമല്ലോ, CK വിദ്യാസാഗർ, MB ശ്രീകുമാർ, പിന്നെ ഗോകുലം ഗോപാലിന്, സുഭാഷ് വാസു ഒക്കെ ഇദ്ദേഹത്തിൻ്റെ അടുത്ത ആൾക്കാരായിട്ട് വന്നവരാണ്. അവരെല്ലാം പിന്നീട് ഇതിപ്പം 6-ാം തമ്പുരാൻ സിനിമയിൽ പറഞ്ഞ പോലെ അപ്പനും സുഭദ്ര ഇറങ്ങിയ ഒരു ട്രസ്റ്റായി മാറി ഈ SNDP യോഗം എന്ന് പറയുന്നത്. അല്ലെ, വളരെ മഹാന്മാരായ ആളുകൾ തുടങ്ങിയ ഒരു പ്രസ്ഥാനത്തിന് സംഭവിച്ച ഒരു ദുര്യോഗം നമ്മളെപ്പോഴും നോക്കണം. ഇതിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവരെല്ലാം ഫലപ്രദമായി അത് തുടങ്ങി വെച്ച എവിടെ എന്നറിയാമോ? AK ആന്റണി 95 അന്ന് ശിവഗിരി നടപടി കൊണ്ടല്ലോ, പോലീസ് നടപടി സമയത്ത് അന്ന് AK ആന്റണി ഒരു കാര്യം പറഞ്ഞു, ഇത് നേതാവില്ലാത്ത സമുദായമാണെന്ന് പറഞ്ഞു. ആ ഒരൊറ്റ വാക്കിൽ ഏറ്റെടുത്ത്. അപ്പോൾ അന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം, നമ്മുടെ SNDPയുടെ ജനറൽ സെക്രട്ടറിമാരായിരുന്നവർ ആ പരമ്പര എടുത്തല്ല, അത്യുന്നത വിദ്യാഭ്യാസമുള്ള വളരെ പ്രഗത്ഭരായിരുന്ന ആളാണ്. ഇതിൽ വിദ്യാഭ്യാസത്തിലെത്തുന്ന ആരും ഇല്ലായിരുന്നു. പിന്നീട് AK ആന്റണി മാപ്പ് പറഞ്ഞല്ലോ അല്ലേ? മാപ്പ് പറഞ്ഞത് ഇയാളുടെ നേട്ടമായി മാറി. ഇതാല് നമ്മുടെ ഇദ്ദേഹത്തിന് ശേഷമാണല്ലോ വരുന്നത്. MK രാഘവന് അല്ല, ഇദ്ദേഹത്തിന് ശേഷം ഡോക്ടർ രാഹുലൻ, തൃശ്ശൂരുള്ള. അതിനു മുമ്പ് MK രാഘവനായിരുന്നു. ഡോക്ടർ KK രാഹുലിനെ കുറിച്ച് പറയുമ്പോൾ നമ്മളെ കുട്ടികൾ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ശാസ്ത്രായത്തെ വർഷത്തിന്റെ ഒക്കെ വലിയൊരു ആളായിരുന്നു. എനിക്കറിയാം, നല്ല സർജനം കൊണ്ടായിരുന്നു അദ്ദേഹം വളരെ പ്രഗത്ഭനായ ഡോക്ടറായിരുന്നു. അദ്ദേഹത്തെ ഞാനതേ കണ്ടിട്ടുണ്ട്. സംസാരിക്കുന്ന ഞാൻ തൃശ്ശൂർ ജോലി ചെയ്യുമ്പോൾ അദ്ദേഹം പലപ്പോഴും മാതൃഭൂമിയിൽ വരുമായിരുന്നു. അദ്ദേഹം വളരെ സൗമ്യനായിട്ട് പത്രസമ്മേളനങ്ങളിൽ പങ്കെടുത്തു. നല്ലൊരു മനുഷ്യൻ. ഗോപിനാഥൻ ഇപ്പോഴും അതേ ജീവിച്ചപ്പോൾ ആൾ തന്നെ ഗോപിനാഥൻ അദ്ദേഹം ഇപ്പോഴും വളരെ സജീവമായി തന്നെ പൊതുരംഗത്ത് ഇപ്പോഴും ഉള്ള ഒരാൾ. മഹാകവി കുമാരനാശാരിയുടെ കസേരയിലാണ് ഇദ്ദേഹം കയറിയിരുന്നത് അല്ലേ? എങ്ങനെ ഉപമിക്കാൻ പറ്റും? പിന്നെ ഇത്രയും കാലം 96 കഴിഞ്ഞിപ്പം 2026 ആയി. 3 പതിറ്റാണ്ട് പിന്നിട്ടു. അതിന്റെ ആഘോഷമൊക്കെ നടന്നു. പിന്നെ ഇപ്പോൾ ഇതിനകത്തെല്ലാം അബദ്ധം പറ്റിപ്പോയ കുറേ ആൾക്കാരുണ്ട്. ഒന്ന് പിണറായി വിജയനാണ്, മറ്റൊന്ന് കേന്ദ്ര സർക്കാരാണ്.
SNDP യോഗത്തിന്റെ തലപ്പത്തിരുന്നുകൊണ്ട് മാത്രമാണ് ഒരു കള്ളു കച്ചവടക്കാരനായിട്ടുള്ള വെള്ളാപ്പള്ളിക്ക് പത്മശ്രീ കിട്ടി. എന്ത് കാര്യത്തിനാണ് പത്മഭൂഷൺ കൊടുത്ത? എന്ത് കാര്യത്തിനാണ്? എന്താണ് ഇദ്ദേഹത്തിന്റെ യോഗ്യത? എന്ത് യോഗ്യതയിലാണ് അല്ല ഇപ്പോൾ പോലും നമുക്ക് ചലഞ്ച് ചെയ്യാന്നുള്ള ഒരാളുണ്ട്. കാരണം എന്ന് വെച്ചാൽ പത്മഭൂഷൺ കൊടുത്തിട്ടില്ലല്ലോ. ശരിക്കും പറഞ്ഞാൽ ഇത്തരം നമ്മുടെ നാട്ടിലെ കമ്പനി നിയമം മുഴുവൻ ലംഘിച്ചുകൊണ്ട് നടന്ന ഒരാളിനെയാണ് അയോഗ്യനാക്കിയിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരാൾ പത്മഭൂഷണമാക്കി എന്ത് യോഗ്യതയാണുള്ളതെന്ന് ചോദിക്കണ്ടേ? കൊലക്കേസ് പ്രതിയല്ലേ? കൊലക്കേസ് പ്രതി എന്ന് പറയാൻ കഴിയില്ല, കാരണം അയാളെ പ്രതിപ്പട്ടികയിൽ ചേർത്തില്ല. KK മഹേശൻ എന്ന് പറഞ്ഞ പാവപ്പെട്ട യൂണിയൻ സെക്രട്ടറിയുടെ തലയെ വെച്ചു കൊടുത്തു ഇയാൾ നടത്തിയ മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് മുഴുവൻ. ഓരോ സ്ഥലത്തും നടത്തിയ തട്ടിപ്പല്ല, അതാത് സ്ഥലത്തെ യൂണിയൻ നേതാക്കളുടെ തലയെ വെച്ചു കൊടുത്തു. പിന്നെ ലക്ഷക്കണക്കിന് രൂപയാണ് നിയമനത്തിന് വാങ്ങിക്കൊണ്ടിരുന്നത്. എന്തിന്? സ്വന്തം സമുദായ അംഗങ്ങളെ നിന്ന് വായിക്കുന്നതിന് കോടികളാണ്. മറ്റ് NSS ഉൾപ്പെടെയുള്ള മറ്റെല്ലായിടത്തും അവരുടെ സമുദായങ്ങളിൽപ്പെട്ട ആളുകൾ ഒരു ജോലിക്ക് കോളേജിലൊക്കെ നിയമനത്തിന് വരുമ്പോൾ അതിന് പരിധി വെച്ചിട്ടുണ്ട്. ഇത് ഒരു പരിധിയില്ലാത്ത കോടികളാണ്, ഒരു കോടിയും ഒക്കെയാണ് വാങ്ങിക്കുന്നത്. ചാക്കി കെട്ടിയാ കൊണ്ട് കൊടുക്കുന്നത്. അതായത് ഒരു അജ്ഞാത കേന്ദ്രത്തിൽ ചാക്കി കെട്ടി പൈസ കൊണ്ട് എറിയുകയാണ് ചെയ്യുന്നതെന്നാണ് ഇതുമായിട്ട് പോയിട്ടുള്ള പല കക്ഷികളും നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. കാരണം അത്ര എന്താ പറയുന്നത്, പൈസയ്ക്കൊന്നും ഒരു വിലയില്ല. ഇവരിത് ഉപയോഗിക്കുന്നു. ഇപ്പൊ നമുക്കറിയാം SN ട്രസ്റ്റിന്റെ ചെയർമാൻ കൂടിയാണ്, ജനറൽ സെക്രട്ടറി. ജനറൽ സെക്രട്ടറി. അപ്പോൾ അദ്ദേഹം നമ്മുടെ SNDPയുടെ സ്കൂളുകൾ നോക്കണം. അതുപോലെ എന്തിനു പറയുന്നത്, കൊല്ലത്ത് പിന്നെ SN ട്രസ്റ്റിന്റെ ഓഫീസിലൊന്ന് ചെന്ന് നോക്ക്. കൊല്ലത്തെ കേന്ദ്ര ഓഫീസ് ഉണ്ടല്ലോ, അവിടെ നിന്ന് ചെന്ന് നോക്കി. ഇത്രയും വൃത്തിഹീനമായി കിടക്കാൻ. അതേസമയം നമ്മൾ ഇതൊക്കെ പറയുന്നെങ്കിലും മന്നൻ സമാധി നമ്മളൊന്ന് ചെന്ന് നോക്കും, എത്ര മനോഹരമാണ് ചങ്ങനാശ്ശേരിയിൽ. അപ്പൊ നമ്മളെ എല്ലാവരും സുമാരനരെ ചീത്തയും പള്ളും ഒക്കെ പറയുമെങ്കിലും അത് കൃത്യമായിട്ടാണ് അത് പാലിക്കുന്നത്. പിന്നെ സമുദായ അംഗങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് SNDP യോഗം. ഇദ്ദേഹത്തിന് സമുദായം കളിക്കാനും ഇദ്ദേഹത്തിന് രാഷ്ട്രീയം കളിക്കാനും വേണ്ടി ഉണ്ടാക്കിയത്. SNDP യോഗത്തിന്റെ ഉദ്ദേശശുദ്ധി അല്ലെ ബൈലോയിൽ തുടക്കത്തിൽ അന്ന് ഉള്ള ഇതിൽ എന്ന് പറഞ്ഞാൽ സമുദായ അംഗങ്ങൾക്ക് വിദ്യാഭ്യാസവും സാമ്പത്തിക ഉന്നമനവും നൽകുക എന്നുള്ളതാണ് അതിന്റെ പ്രധാനമായ ലക്ഷ്യം. 5 ലക്ഷ്യങ്ങളാണ് അതിനകത്ത് പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാന ലക്ഷ്യം അത് തന്നെയാണ്. അല്ല, ഏതായാലും ഇത് ഹൈക്കോടതിയുടെ ഇടപെടലുണ്ടല്ലോ, ഇത് ശരിക്കും ഒരു നമ്മളെ കണ്ണ് തുറപ്പിക്കും ശരിക്കും പറഞ്ഞാൽ. കാരണം ഇത്രയും നിയമലംഘനം നടത്തിക്കൊണ്ടാണ് ഇത്രയും സമയം. ഒരുപക്ഷെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയൊരു സമുദായ പ്രസ്ഥാനമാണിത്. അതിൻ്റെ തലപ്പത്തിരുന്ന ആളുകൾ ഒരു നിയമവും ചിട്ടയും വട്ടവും ഒന്നും പാലിക്കാതെ അവർക്ക് സൗകര്യമുള്ളതുപോലെ ഭരിക്കുകയും അതിന് എല്ലാ രാഷ്ട്രീയക്കാരും ആരും മാറ്റി നിർത്തേണ്ടതില്ല, എല്ലാവരും ഇതിന് കൂട്ടുകയും ചെയ്തു എന്നുള്ളതാണ്. അല്ല, ഈ പിണറായി വിജയന് വേണ്ടി ഇദ്ദേഹം വർഗീയ പരാമർശങ്ങൾ ഒരുപാട് വർഗീയ, അതായത് പിണറായി വിജയന് പറയാനുള്ള വർഗീയ പരാമർശങ്ങളാണ് വെള്ളാപ്പള്ളി പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ നാട്ടിലുള്ള മുഴുവൻ ആൾക്കാർക്കും അറിയാം. ഈ ന്യൂനപക്ഷങ്ങളെ വോട്ട് കിട്ടത്തില്ലെന്ന് ഉറപ്പായപ്പോൾ ഭൂരിപക്ഷങ്ങളെ പ്രീണിപ്പിക്കാൻ വേണ്ടി വെള്ളാപ്പള്ളിയെ കൊണ്ട് പിണറായി വിജയൻ വർഗീയ പരാമർശം നടത്തി. സർക്കാരിന്റെ നവോത്ഥാന സമിതിയുടെ ചെയർമാനാണ് അദ്ദേഹം. എന്നിട്ട് അയാൾ തന്നെ ആ നിലപാട് മാറ്റുകയും ചെയ്തു. എന്തൊക്കെ പറഞ്ഞാലും ശരി, വെള്ളാപ്പള്ളി നടേശൻ പിണറായി വിജയന്റെ നാക്കായിട്ട് വന്ന് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഇരുന്നതാണ്. പക്ഷേ ഇനിയിപ്പോൾ ഓടിപ്പോയി എന്തെങ്കിലും ചെറിയ സ്റ്റേ ഒക്കെ മേടിക്കുമായിരിക്കും. സ്റ്റേ മേടിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. കാരണം ഇത് വളരെ ഹൈക്കോടതി ഇപ്പോൾ ഇന്ന് ആ വിധിയിൽ, ഇപ്പോഴത്തെ വിധിയിൽ വളരെ കൃത്യമായ കാര്യങ്ങൾ വ്യക്തമാണ്. കാരണം കമ്പനിയുടെ ഓഡിറ്റ് ചെയ്ത കണക്കില്ല, പിന്നെ ഡിൻ നമ്പറില്ല. ഡയറക്ടർമാർക്ക് ഒരു നമ്പറുണ്ട്, ഡിൻ നമ്പർ വേണം. അപ്പോൾ ആ ഡിൻ നമ്പറില്ല. ഇതൊന്നും ഇല്ലാതെ നിയമവിരുദ്ധമായിട്ട് പ്രവർത്തിക്കാൻ. പിന്നെ SNDP യോഗം ഒരു കമ്പനിയാണെന്ന് നമ്മുടെ സമുദായാംഗങ്ങൾക്ക് പലർക്കും അറിയില്ല. ഇത് കമ്പനി കേരള നോൺ ട്രേഡിംഗ് ആക്ട് പ്രകാരം പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണെന്നുള്ള വിവരം ഇപ്പോൾ പോലും എനിക്ക് തോന്നുന്നു നമ്മുടെ സമുദായാംഗങ്ങൾ. അത് ഗുരുദേവൻ ഉണ്ടായിരുന്ന കാലത്ത് അന്ന് തന്നെ കമ്പനി നിയമപ്രകാരം രജിസ്റ്റർ ചെയ്തു. കാരണം അദ്ദേഹത്തിന് അറിയാമായിരുന്നു ഇത് ഭാവിയിൽ ഇതിൽ ഒരുപാട്. അല്ല, ഗുരുദേവന് യാതൊരു താല്പര്യവും ഇല്ലായിരുന്ന ഒരു സംഭവമാണ്. ഇപ്പൊ കുമാരനാശാനും ഡോക്ടർ പൽപ്പും ഒക്കെ മുൻകൈ എടുത്ത് ഉണ്ടാക്കിയ ഒരു സംഘടന. അപ്പോൾ എന്തായാലും വെള്ളാപ്പള്ളി നടേശന്റെ വെള്ളാപ്പള്ളി നടേശന്റെ ആ സ്ഥാന നഷ്ടത്തിൽ നമ്മുടെ സമുദായാംഗങ്ങളെല്ലാം വളരെ ആഹ്ലാദത്തിലാണെന്നുള്ള ഒരു വിവരമാണ് നമുക്കും പങ്കുവയ്ക്കുന്നത്.